ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ക്യാപ്ചർ ലൈഫ് ടുഗെദർ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. ചാലഞ്ചിന്റെ പേര് എന്ന് പറഞ്ഞാൽ വൺ ഹാൻഡ് കുക്കിംഗ് ചാലഞ്ച് എന്നാണ്. അപ്പോൾ ഞാൻ ഒറ്റ കൈയോട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടോ എന്ന് അറിയില്ല. ഞാനിങ്ങനെ കത്തിക്കെടുത്ത് നോക്കിയാലോ എന്ന് ആലോചിച്ചു. പിന്നെ ചീറ്റിങ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ചെയ്ത് പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല. ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി നോക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. മുട്ടക്കറിയാണ് ഞാൻ വിചാരിക്കുന്നത്. മുട്ടക്കറി ചോറും വയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം. അപ്പൊ നോക്കി ഈ ഗെറ്റപ്പ് മാറ്റിയാലോ. മറ്റേ കൈ ഇങ്ങനെ പിന്നിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഡൻസി വരും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനൊരു ട്രിക്ക് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. നോക്കി നോക്കാം. ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ വിചാരിച്ച ട്രിക്ക് വേറെ ഒന്നുമല്ല. ടീഷർട്ട് ഇട്ടിട്ട് ഒരു കൈ ഉള്ളിലിട്ടിട്ട് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ചെയ്യില്ലേ, ഒരു കൈ ഉള്ളിലിട്ടിട്ട് മറ്റേ കൈ പുറത്തെ എന്റെ കൈയോടെ നോക്കിയില്ലേ, ആ ഒരു ഇതൊക്കെയാണ് ഞാനും ആലോചിച്ച് വെച്ചത്. അപ്പൊ നമുക്ക് അങ്ങനെ. അപ്പൊ ഞാൻ സേട്ടുവിൻ്റെ ഒരു ടീഷർട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു ഓവർ സൈസ് ടീഷർട്ട് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇട്ടിട്ട് ഒരു കൈ ഉള്ളിലാക്കാം. നീ ടെൻഡൻസി വരില്ലല്ലോ, ഇനി അടിപൊളി ടെൻഡൻസി വരുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കാണും കൂടി ഇല്ല. ഇതാണ് എന്റെ രൂപം. ഒരു കൈ ഉള്ളില്, ഒരു കൈ പുറത്ത്. എവിടെയോ എന്തോ ഒരു തകരാറ്. അപ്പൊ ഈ കൈ കൊണ്ടാണ് ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ചെയ്യണത് കേട്ടോ. കമോൺ. ആദ്യം തന്നെ നമുക്ക് ഉള്ളി, ടൊമാറ്റോ, ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെ, മുട്ട പൊട്ടിക്കുന്ന ടാസ്ക് ആയിരിക്കും. കാരണം എനിക്ക് ഒറ്റ കൈ കൊണ്ട് മുട്ട പൊട്ടിക്കാൻ തീരെ അറിയില്ല. നമ്മുടെ പ്ലേറ്റ് ഉണ്ട്, പാൻ ഉണ്ട്. ഇത് ശരിക്കും പാട്ടാ. പെട്ടു. ഇതെങ്ങനെയാ ചെയ്യാ? എനിക്ക് സുരാജ് ഞാനുണ്ട് മറ്റേ ഡയലോഗ്. അയ്യോ, എന്റെ ഒരു കൈ എവിടെയാണ്? രണ്ടൂന്ന് കൈയായിട്ട് വന്നേണ്. കുറേശ്ശെ കിട്ടുന്നുണ്ട്. Many months later. So much later that the old narrator got tired of waiting and they had to hire a new one. വല്ലാത്തൊരു പണിയായി പോയി. എനിക്ക് എന്തിനായിരുന്നു. എന്തായാലും ഒരെണ്ണത്തിന്റെ ഏകദേശം കിട്ടി. ഇത് മിക്സിയിലിട്ട് അടിച്ചാലോ. സവാള പണി എടുക്കണോ? I am an expert now. അയ്യോ പോയി. എക്സ്പേർട്ട് എന്ന് പറഞ്ഞില്ല, ഞാൻ എന്നെ തന്നെ കണ്ടു. പോയി. ഇത് ഞാൻ കഴിച്ചോട്ട് തീറ്റിട്ട് എടുക്കേണ്ടി വരും. ഷേപ്പ് കണ്ടിട്ട് നിങ്ങളൊക്കെ പറയരുത്. സവാള ഗിരി.
ഓ ഇത്രയും നന്നായിട്ട് ഞാൻ എൻ്റെ 2 കൈ കൊണ്ട് പോലും ചെയ്യാറുണ്ട്. യെസ് കിട്ടി. യെസ്. അയ്യോ പുറത്ത് പോയി. ഇനി നമുക്ക് അച്ചറം പുച്ചറം. വാവ് ഐ എം എക്സ്പേർട്ട്. അയ്യോ ഞാൻ പറയുന്നില്ല, കണ്ണേക്കില്ല. കണ്ടതുണ്ടമായി വെട്ടി പോട്ടിടാതെ. എന്തായാലും ഞാൻ ഇത്ര അരിയെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനിതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. മഞ്ഞളോ വിനീഗർ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വെക്കാൻ പറഞ്ഞു. അതേ ചെയ്യട്ടെ കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനൊരു നാഗവല്ലിയായി മാറാനും മറ്റേ ഷോവന്റെ ലാസ്റ്റ് സ്കിൻ എന്ന് പറയുന്ന പോലെയാണ്. ഞാൻ നന്നായി ചെയ്യും കേട്ടോ. ഡിപ്രഷൻ പണ്ട് സൂപ്പറാണ്. ആത്മപ്രശംസ അതെനിക്ക് ഇഷ്ടമല്ല. ഇനി നമുക്ക് പാൻ വെക്കാം. ഓൺ ചെയ്യാം. ഇതിട്ട് വഴറ്റുമ്പോഴേക്കും ഞാൻ ചെയ്യാറുള്ളത് ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് മിക്സിയിലിട്ട് അടിക്കുക ചെയ്യാറ്, എന്നിട്ട് ഒഴിക്കുക ചെയ്യാറ്. അപ്പം അതൊരു ടാസ്ക് ആയിരിക്കും. എന്നാലും സവാളയിലല്ല, സവാള തൊഴിലറിഞ്ഞ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വെച്ച് പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്തു. എണ്ണ ഒഴിക്കാം. ദൈവം ഏതോ ഒറ്റ കൈ കൊണ്ട് തുറക്കണമല്ല. തുറന്നു. കുറച്ച് വലിയ പ്രശ്നം, എന്നാലും കുഴപ്പമില്ല. കുറേയൊക്കെ നന്നായിട്ടോ. Let's cut this into pieces. Yeah. Oh, മുടുക്കി. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. ജ്യൂസാക്കോ ഞാൻ. നമുക്കിത് മിക്സിയിലിടാം. മിക്സിയിലിട്ട് കഴുകാം. ഇതിലേക്ക് മുളക് ഇടാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. മുളക് രണ്ടറ്റവും ഇട്ടിട്ട് ഇത് അരച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒന്നാക്കാം. ഇനിയുള്ള പണികൾ എനിക്ക് തോന്നുന്നില്ല അത്ര ടഫാണ്. ആ ഉള്ളി സോറി സവാള അരിയാനായിരുന്നു ഭയങ്കര. സ്വിച്ച് ഓൺ. അയ്യോ അയ്യോ എന്ത് ചെയ്യും? രണ്ടും ചെയ്യേണ്ടി ശരിയാ. ഞാൻ മിക്സിയുടെ സംഭവം വലിയ പാടില്ല എന്നൊക്കെ വിചാരിച്ച, പക്ഷെ നല്ല പാടുണ്ട്. ഇങ്ങനെ അടയ്ക്കും ഇതാക്കും വേണ്ടേ. അയ്യോ ശരി ശരി അരച്ചു ഇനി നമുക്ക് ചോറ് വെച്ചാലോ.
എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. സത്യം ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ നോക്കിയപ്പോഴേക്ക് പോകുന്നു. ഇത് കട്ടുകൊണ്ടില്ല, നിങ്ങൾ കട്ടുപോലെ ശരിക്കും. ഇതിൽ തന്നെ ചെറിയ 2.5 ഗ്ലാസ് ഒഴിക്കുക. ക്ഷീണം അതിൻ്റെ ഇടയിൽ എൻ്റെ ടൊമാറ്റോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി കുറച്ച്, മുളക് പൊടി കുറച്ച്, ഗരം മസാല പൊടി. ഇനി ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം. എനിക്ക് വെള്ളം എടുക്കാനാവും അടുത്ത ടാസ്ക്. ഇത് ഓണാക്കൂ. ഓണായി. കുറച്ചെടുക്കാം. എടുത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഞാൻ വിചാരിക്കാത്ത സാധനങ്ങളാട്ടോ, ഭയങ്കര ടഫ്. ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല ഇത് വെച്ച പാത്രയ്ക്ക് കൊക്കേണ്ടി വരുന്നു. ഞാൻ ആലോചിച്ചെടുക്കാം, എനിക്ക് പരിഹരിക്കേണ്ടി വരും ആലോചിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല കോളുണ്ട്. പറ്റിയ ദിവസം എനിക്ക് നല്ല ചാലഞ്ച് എല്ലാം കൊണ്ടും. നേരത്തെ ഞാൻ വെള്ളം എടുത്തിട്ട് വരെ ഒന്നായും അരിയും കൂടി എടുത്തിട്ടുണ്ട്. അടച്ച് മുടി ചടയ്ക്കാം. മുടി ചുരുക്കിയതപ്പോഴേക്ക് ആയിട്ടോ. അതിലത്തെ എണ്ണൊക്കെ പിരിഞ്ഞ് വന്ന് ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ല ഞാനെന്താ മുട്ട ഒഴിവാക്കിയത്. ദിസ് ഇസ് നോട്ട് പുഴുങ്ങിയ മുട്ട റെസിപ്പി, ദിസ് ഇസ് പുഴുങ്ങാത്ത മുട്ട റെസിപ്പി. 2 മുട്ട എടുക്കാം, ഞാൻ കാണിച്ചു തരാം. പക്ഷെ പൊട്ടിക്കുന്നത് 1 ഡിസാസ്റ്റർ ആയിരിക്കും. ഒറ്റ കൈകൊണ്ട് മുട്ട പൊട്ടിക്കുന്ന ആൾക്കാർ എനിക്കറിയാം, പക്ഷെ എനിക്കറിയാം. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? എന്നെ കണ്ടു വെച്ചപ്പോഴേ എനിക്ക് തോന്നി പൊട്ടി. അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കുക്കായിക്കോളും. അല്ലേ, ഇതൊന്ന് ചെറുതായിട്ട് അടച്ചു വെക്കാം. ഇതാവട്ടെ, ഇത് രണ്ടും ആവട്ടെ. അപ്പൊ ഇതാവുമ്പോഴേക്കും നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ. അങ്ങനെ ഞാൻ എൻ്റെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. നല്ല ക്ഷീണമുണ്ട് എനിക്ക്, കാരണം എനിക്ക് നല്ല തുമ്മലും കോൾഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഈ മുട്ടക്കറി റെഡി, ചോറും റെഡി. അപ്പം ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെ നിങ്ങൾക്ക് ഈ ചാലഞ്ച് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി ഞെക്കിക്കോ.